ഗൈസ് അപ്പോൾ ടെൻഷനിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, +1 ഉണ്ടായിരുന്ന ആ ഒരു ലെവലിലല്ല ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നൊരു വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സേ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഓരോ ചാപ്റ്ററിന് വരുന്ന എക്സേ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ, നിങ്ങൾക്കറിയാം തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അവിടുന്ന് എസ് വരാൻ ചാൻസ് ഉള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയമാണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബജറ്റ് ലൈനും അതേപോലെ തന്നെ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചിട്ടുള്ള കൺസ്യൂമർ ഇക്വിലിബ്രിയം, അതാണ് വരാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ. രണ്ടാമത് അവിടുന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയും. നിങ്ങൾക്കറിയാം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പല രീതിയിൽ കാണാറുണ്ട്. അതിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പല മെത്തേഡ് ഉണ്ടാവും അല്ലേ. പെർസെൻറ്റേജ് മെത്തേഡ് ഉണ്ട്, ഇക്വേഷൻ മെത്തേഡ് ഉണ്ട്, അതേപോലെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, ആൻഡ് ഫൈനലി ലീനിയർ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതേപോലെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡിമാൻഡും ചേഞ്ചസ് ഇൻ ഡിമാൻഡും. ഓക്കെ, ഡിമാൻഡ് ആൻഡ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പാൻഷനും പഠിച്ചിട്ടുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് പഠിച്ചിട്ടുണ്ട്, കോൺട്രാക്ഷനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇനി ചാപ്റ്റർ 3 നമുക്കറിയാം പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചാണ്. അഥവാ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലേ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഇത് ചോദിക്കുമെന്ന്. നമ്മുടെ ഓണം എക്സാമിന് കഴിഞ്ഞതല്ലേ, ഓണം എക്സാമിന് കഴിഞ്ഞതാണെങ്കിൽ കൂടി എസ്സേ വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സാണിത്. അതുകൊണ്ട് തന്നെ നോക്കി വെക്കുക, ഷോർട്ട് റണ്ണിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചോദിക്കാം കേട്ടോ. ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്കറിയാം അതേതാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലാണ്, റിട്ടേൺ ടു സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം എസ്സേ ആയിട്ട് പഠിച്ചേക്കാം. ആൻഡ് നെക്സ്റ്റ് 8 മാർക്കിന് അവിടെ നിന്ന് തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് കർവുകളെ സംബന്ധിച്ചാണ്. ഓക്കെ, കോസ്റ്റ് കർവുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോസ്റ്റ് കർവ് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നതാണ് TC ഉണ്ട്, TVC ഉണ്ട്, ദെൻ TFC ഉണ്ട്, പിന്നെ ഇവരുടെയൊക്കെ കുടുംബക്കാരായിട്ട് വരുന്ന AC ഉണ്ട്, AVC ഉണ്ട്, AFC ഉണ്ട്, ആൻഡ് ഫൈനലി MC കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത് മിക്കവാറും ടേബിളായിട്ടാണ് വരിക. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ കോസ്റ്റ് കർവിനെ കുറിച്ചുള്ളത് എന്ത് ചെയ്യുക നോക്കി വെക്കുക. അതേപോലെ ഈ പറയുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള നോക്കി വെക്കുക. ഇനി മൈക്രോ എക്കണോമിക്സിൽ തന്നെ 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഇവിടുന്ന് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് റണ്ണിലും പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ലോങ് റണ്ണിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യം വരാം. ഇനി നെക്സ്റ്റ് അതേപോലെ ചോദിക്കാവുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് നിങ്ങൾക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഇവിടുന്ന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷോർട്ട് റണ്ണിലെയും ലോങ് റണ്ണിലെയും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പഠിച്ചു. ഇനി നിങ്ങൾക്ക് അവിടെ ചോദിക്കാം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്താ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ചോദിക്കാം, അതേപോലെ നോർമൽ പ്രോഫിറ്റ് മാത്രമായിട്ട് ചോദിക്കാം, നോർമൽ പ്രോഫിറ്റ് മാത്രമായിട്ട് ചോദിക്കാം, അതുപോലെ ലോസ് ചോദിക്കാം, പിന്നെ നിങ്ങളോട് പറയുന്നത് ഷട്ട് ഡൗൺ പോയിൻറ്റ്. ഓക്കെ, ഷട്ട് ഡൗൺ പോയിൻറ്റും ആൻഡ് ഫൈനലി ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യാം ഇതും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. അപ്പോൾ ജസ്റ്റ് ഇതും കൂടി ഒന്ന് നോക്കിക്കുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത് നോക്കാനുള്ള ചാപ്റ്റർ 5 ആണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 5ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അവിടെ നിങ്ങളോട് ചോദിക്കും മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ് നിങ്ങളോട് വരക്കാൻ പറ്റട്ടോ. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം നിങ്ങൾക്ക് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. അതിൽ നമുക്ക് QD = QS എന്ന് പറയുന്ന ലെവലിലെത്തുന്നതാണ് നമുക്ക് വേണ്ടത്. ദെൻ മറ്റൊരു എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രൈസ് സീലിംഗ്, അഥവാ നമുക്കറിയാം ഈ പറഞ്ഞ വില പരിധിയും ആൻഡ് പ്രൈസ് ഫ്ലോർ. ഓക്കെ, തറവിലയും അല്ലെങ്കിൽ തറവില നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ താങ്ങുവില, ഈ ഒരു സംഗതിയെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ മൈക്രോയിൽ എസ്സേക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട ഇത്രയും ഭാഗങ്ങളാണ്. ഇനി മാക്രോയിൽ നിങ്ങൾ എസ്സേ പഠിക്കേണ്ട ഭാഗങ്ങൾ അതാണ് പറയാൻ പോകുന്നത്. എസ്സേ ക്വസ്റ്റ്യൻസ് മാക്രോയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്നാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാഷണൽ ഇൻകം. ഓക്കെ, നാഷണൽ ഇൻകം അതിൻ്റെ എന്ത് ചെയ്യാം അക്കൗണ്ടിങ്ങിൻ്റെ 3 മെത്തേഡ്സ്, ആ 3 മെത്തേഡ്സ് ചോദിക്കാം. നമ്മുടെ GDP കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ മറ്റൊന്ന് എന്താ ഇക്വേഷൻസ് ആണ്. ഓക്കെ,
നമ്മുടെ ഇക്വേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാഷണൽ ഇൻകത്തിൻ്റെ 3 മെത്തേഡ്സ്, ഈ മെത്തേഡ്സിന് തന്നെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, 2 രീതി ചോദിക്കാം. ഒന്ന് തിയറി ടൈപ്പിലും ചോദ്യം വരാം, മറ്റൊന്ന് പ്രാക്ടിക്കൽ ലെവലിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നിട്ട് അതിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഇനി 3rd ചാപ്റ്റർ നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന മണി ആൻഡ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിങ്ങിനെ കുറിച്ചും പണത്തിനെ കുറിച്ചൊക്കെ ഉള്ള ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾക്ക് എസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് RBIയുടെ മോണിറ്ററി പോളിസി. ഓക്കെ, RBIയുടെ മോണിറ്ററി പോളിസി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എസ് ആയിട്ട് പ്രതീക്ഷിക്കാം. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് മണി, ഓക്കെ, പണം എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ RBI എന്താണ്, അതേപോലെ RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 3 എസ്സേയാണ് ഈ ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ളത്. ഇനി 4ാമത്തെ ചാപ്റ്റർ, ഇതും കൂടിയാണ് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് മാക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് നിങ്ങൾ തോന്നുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, എന്നാൽ ആ ചാപ്റ്ററിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററിന് നിങ്ങൾക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളോട് പറയും ഇൻകം. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം വരിക. എവിടെ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ എ 2 സെക്ടർ മോഡൽ. ഓക്കെ, ഇൻ എ 2 സെക്ടർ എക്കോണമി എന്ന് പറയും. ഓക്കെ, ഇൻ എ 2 സെക്ടർ എക്കോണമി എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് വൃത്തിയായിട്ട് നോക്കിയേക്കാം. ഇവിടുന്ന് എസ്സേ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 2 സെക്ടർ മാത്രമുള്ള ഒരു എക്കോണമിയിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം സംഭവിക്കുക. അപ്പോൾ ഇക്വിലിബ്രിയം സംഭവിക്കുന്ന കേസ് നിങ്ങൾക്ക് അറിയുന്ന കേസ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, ഓൾറെഡി സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ആഗ്രിഗേറ്റ് സപ്ലൈ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, ഇവ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിൽ നമ്മുടെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് വരും. നമ്മളതിനെ Y സ്റ്റാർ എന്ന് കൊടുക്കും. ആ സമയത്തുണ്ടാകുന്ന ആഗ്രിഗേറ്റ് ഡിമാൻഡ് നമ്മൾ C+I എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ വീഡിയോ ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് എസ്സേ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രൊഡിക്ഷൻ മാത്രമാണ്, നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. അപ്പോൾ വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ് ഓൾ, ബൈ.